ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടിക്ക് സമീപമുള്ള നേത്രാവതി കരയിലുള്ള ഒരു ശിവക്ഷേത്രമാണ് ധർമ്മസ്ഥല. 800 വർഷം പഴക്കമുള്ള ശ്രീ മഞ്ജുനാഥ ക്ഷേത്രമാണ് ധർമ്മസ്ഥലയുടെ ഏറ്റവും വലിയ ആകർഷണം. മാധ്വ ബ്രാഹ്മണ കുടുംബമാണ് പൂജാരികളെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ഒരു ജൈന കുടുംബത്തിനാണ്. അവിടുത്തെ ഒരു പ്രമാണി ഈ ക്ഷേത്രവുമായി ദീർഘകാലമായി പ്രശ്നത്തിലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ തുടക്കം. CN ചിന്നയ്യ എന്ന് പേരുള്ള ഒരു മുൻ ശുചീകരണ തൊഴിലാളി, അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലോടുകൂടിയാണ് വിവാദം ആരംഭിക്കുന്നത്. 100-ലധികം കുട്ടികളെയും സ്ത്രീകളെയും ഇവിടെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. നേത്രാവതി നദിക്കരയിൽ നിന്നും കിട്ടിയിരുന്ന മൃതദേഹങ്ങളൊക്കെ ആദ്യം കാണുമ്പോൾ ഓർത്തത് സ്വാഭാവികമായ മരണമാണെന്നാണ്. പിന്നീടാണ് ഇവരൊക്കെ ലൈംഗികമായി അതിക്രമിക്കപ്പെട്ടതായി കണ്ടെത്തിയത്. കുട്ടികൾ പോലും ബലാത്സംഗത്തിനിരയായി. ഒടുവിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പോലും ലൈംഗികാതിക്രമം നേരിട്ടതോടെ താൻ അവിടം വിടുകയായിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ക്ഷേത്ര മാനേജ്മെന്റ് വലിയൊരു അധോലോക മാഫിയ സംഘമാണ് എന്ന് ചെന്നൈയെ വെളിപ്പെടുത്തുന്നു. ഈ വെളിപ്പെടുത്തലിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു സുജാത ഭട്ട് രംഗത്ത് വരുന്നു. സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ലെന്ന് അവർ വെളിപ്പെടുത്തുകയാണ്. ഈ ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടതാണ് മകളെ എന്ന് പറയുന്നു. ഇതോടുകൂടി ഒരു തെളിവാകുന്നു. വലിയ വിവാദങ്ങൾ കത്തിപ്പടരുന്നു. ക്ഷേത്രത്തിനെതിരെയും ട്രസ്റ്റിനെതിരെയും കർണാടകയിലേക്കാൾ കൂടുതൽ വാർത്തകൾ കേരളത്തിൽ വരുന്നു. 100 കണക്കിന് യൂട്യൂബർമാർ അവിടേക്ക് പ്രവഹിക്കുന്നു. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ 17 സ്ഥലങ്ങളിൽ വലിയ തോതിൽ ഖനനം നടത്തി പരിശോധിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒടുവിൽ ചിന്നയ്യെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ചിന്നയ്യ പറയുന്നു തനിക്കിതിൽ ഒരു ബന്ധവുമില്ല, താൻ ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞതാണെന്ന്. മാത്രമല്ല സുജാത ഭട്ട് എന്ന കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ ആക്ഷൻ കമ്മിറ്റി എടുത്ത സ്ത്രീ പറയുന്നു കേരളത്തിൽ നിന്ന് 2 പേർ ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ പറഞ്ഞതാണ്, തനിക്ക് അങ്ങനെ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകൾ പോലുമില്ലെന്ന്. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിയുന്നു. ക്ഷേത്ര സ്വത്തിൽ കണ്ണു നട്ടുകൊണ്ട് ഹിന്ദു വിരുദ്ധ വികാരം കത്തിജ്വലിപ്പിക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഈ കള്ളക്കഥയാണ് ദേശാഭിമാനിയും മീഡിയ വണ്ണുമൊക്കെ ഏറ്റുപിടിച്ച് ദീർഘനാളായി ചർച്ച നടത്തിയതെന്നും വ്യക്തമാകുന്നു.